ഒമാനിൽ ഖരീഫ് സീസൺ പെയ്തൊഴിഞ്ഞു. ജൂൺ 21 തുടങ്ങിയ കോടമഞ്ഞിന്റെയും ചാറ്റൽ മഴയുടെയും കാലമാണ് അവസാനിച്ചത്. ഖരീഫ് കാലം ആസ്വദിക്കാൻ 10 ലക്ഷത്തിലധികം സന്ദർശകരാണ് ഇത്തവണ ദോഫാറിലെത്തിയതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. GCC രാജ്യങ്ങളെല്ലാം കനത്ത വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുമ്പോൾ ചാറ്റൽ മഴയും മൂടൽമഞ്ഞും കുളിരേകിയതായിരുന്നു ഒമാനിലെ ഖരീഫ് സീസൺ. രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമായി 10,000-കണക്കിന് സന്ദർശകരാണ് ഈ സീസണിൽ സലാലയിലും ദോഫാറിലെ മറ്റു പ്രദേശങ്ങളിലും എത്തിയത്. വാദി ദർബാത്ത് ഉൾപ്പെടെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം റെക്കോർഡ് സന്ദർശകരെത്തി. ദേശീയ സ്ഥിതിവിവര കണക്ക് പ്രകാരം ജൂൺ 21 ഓഗസ്റ്റ് 31 ഇടയിലായി 10,27,255 സഞ്ചാരികൾ ദോഫാറിലെത്തി. 2024 ഇതേ കാലയളവിൽ 10,06,635 സന്ദർശകരാണ് സീസൺ ആഘോഷിക്കാൻ എത്തിയിരുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2% വർധന സന്ദർശകരുടെ എണ്ണത്തിലുണ്ടായി. അവസാന കണക്കുകൾ പുറത്തുവരുമ്പോൾ സന്ദർശകരുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് സൂചന. ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം 71.5% വർദ്ധിച്ച് 7,34,225 മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും 1,79,246 സഞ്ചാരികളും GCC ഇതര രാജ്യങ്ങളിൽ നിന്ന് 1,13,784 സഞ്ചാരികളും എത്തിയതായാണ് റിപ്പോർട്ട്. 2,51,064 സന്ദർശകർ വിമാനമാർഗവും 7,76,191 പേർ കരമാർഗവും ദോഫാറിലെത്തി. ഓഗസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയത്. ഖരീഫ് സീസണിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി നിരവധി കലാസാംസ്കാരിക പരിപാടികളും വിനോദോപാധികളും ഒരുക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, സലാല.